കൊല്ലം പത്തനാപുരം ശുതൽവെട്ടിയിൽ റബ്ബർ തോട്ടത്തിൽ തീപിടുത്തം. 15 ഏക്കറോളം റബ്ബർ തോട്ടം തീപിടുത്തത്തിൽ നശിച്ചു. ഫാമിംഗ് കോർപ്പറേഷന്റെ റബ്ബർ തോട്ടത്തിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ലിജോ, ഈ തീയണയ്ക്കാനുള്ള ശ്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനീഷ, ഏകദേശം 3:30-4 മണിയോടുകൂടെയാണ് തീപിടുത്തം ആദ്യമായി കണ്ടത്. അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്നും തീ പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് തുടർന്ന് അതിന് സമീപത്തായിട്ടുള്ള SFCKയുടെ എസ്റ്റേറ്റിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. റബ്ബർ തോട്ടമാണ്. ഏകദേശം 15 ഏക്കറിലധികം വരുന്ന റബ്ബർ തോട്ടം കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഈ ഇലയെല്ലാം ഉണങ്ങി വീണ് കരിയിലെല്ലാം നിറഞ്ഞു കിടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ വേഗം ഈ തീ കത്തിപ്പിടിച്ചു. വലിയ രീതിയിലുള്ള കാറ്റും അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ തീ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 6 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് നിലവിൽ ആ തീ അണയ്ക്കാനായി അവിടെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. പത്തനാപുരത്തു നിന്നും പുനലൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘങ്ങളാണ് അവിടെ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യം, ഇത്തരത്തിൽ തീപിടുത്തം സ്വാഭാവികമായി ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. കാരണം ഈ ചൂട് കാര്യം നമുക്ക് ഈ പുനലൂർ മേഖലയിൽ ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസിനടുത്താണ് കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വേനൽ. അതുകൊണ്ട് തന്നെ അതിന് സമീപത്തായിട്ടുള്ള ഈ ചിതൽവെട്ടി എന്ന് പറയുന്ന സ്ഥലത്തും ആ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാകാം ഇത്തരത്തിൽ ഈ കത്തി നശിക്കാനുള്ള ഒരു കാരണം. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കുന്നത്. ഒപ്പം തന്നെ പുതുതായി നട്ടുപിടിപ്പിച്ച റബ്ബർ തോട്ടത്തിന്റെ തൈകൾ ഉൾപ്പെടെയും കത്തി നശിച്ചവയിൽ പെടുന്നു എന്നുള്ളതാണ് ഈ SFCKയുടെ മാനേജറുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ. ശരി ലിജോ.